ന്യൂയോർക്കിന്റെ പുതിയ മേയറായി സൊഹറാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖുറാനിൽ കൈവച്ചാകും സത്യപ്രതിജ്ഞ. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിലാകും ചടങ്ങ് നടക്കുക. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ന്യൂയോർക്കിൻ്റെ അല്ലെങ്കിൽ അമേരിക്ക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരേടാണ്. കടുത്ത ട്രംപ് വിരുദ്ധനായ മംദാനി മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ന്യൂയോർക്ക് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ. എന്താണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത? മംദാനി ഇതിലേക്ക് വരുമ്പോൾ, മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ന്യൂയോർക്കിൽ പുതുവർഷം പിറക്കുന്ന നിമിഷത്തിൽ തന്നെയാണ് സുഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യൻ സമയം ഏകദേശം 10:30 സത്യപ്രതിജ്ഞ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്താകും ന്യൂയോർക്കിലെ പുതുവർഷം പിറക്കുക. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു സ്വകാര്യ ചടങ്ങായിട്ടായിരിക്കും നടക്കുക. മൊത്തം 3 സത്യപ്രതിജ്ഞ ചടങ്ങ് സുഹ്റാൻ മംദാനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സിറ്റി ഹാളിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ ഒരു സബ്വേ സ്റ്റോപ്പിലാണ്. ഈ സബ്വേ സ്റ്റോപ്പ് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു സബ്വേ സ്റ്റോപ്പാണ്. 1904 പണി കഴിപ്പിച്ച ഇത് 1945 അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് 1975 നാഷണൽ ലാൻഡ്മാർക്കായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഒരു ചരിത്ര സ്ഥലമായി 2005 പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്താറുള്ള സ്ഥലമാണ്. ഇത് നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമുക്കല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ഈ അടുത്തൊന്നും നമുക്കറിവില്ല. അപ്പോൾ ആ ഒരു സ്ഥലം തന്നെ സുഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂയോർക്കിൻ്റെ ചരിത്രവും പാരമ്പര്യവും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ന്യൂയോർക്കിൻ്റെ വൈവിധ്യം, അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ ഖുറാനിൽ കൈവച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് മംദാനി തീരുമാനിച്ചിട്ടുള്ളത്. മൊത്തം 3 ഖുറാനുകളാണ് 3 സത്യപ്രതിജ്ഞ ചടങ്ങിനും വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പുതുവർഷം പിറക്കുന്ന ആ സമയത്ത് ഈ സബ്വേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും പങ്കെടുക്കുക. ഇതൊരു സ്വകാര്യ ചടങ്ങായിരിക്കും. അതിനുശേഷം സിറ്റി ഹാളിന് പുറത്ത് ഉച്ചയ്ക്ക്, അവിടുത്തെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിയോടെ വലിയ ഒരു ആർഭാടകരമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും.